ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം അനുസരിച്ച് സംസ്ഥാനത്ത് 2117 പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. ആകെ സ്ഥാനാർത്ഥികൾ 1252 ഈ മാസം 26 പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി. പല മണ്ഡലങ്ങളിലും വിമത സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ രൂക്ഷമാണ്. ഇവരെ പിന്തിരിപ്പിക്കുവാനുള്ള തിരക്കിലാണ് നേതാക്കൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 6 പ്രവൃത്തി ദിവസം മാത്രമാണ് പത്രിക സമർപ്പിക്കുവാനായി ഉണ്ടായിരുന്നത്. 26 പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിക്കുന്നതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. ചുട്ടുപൊള്ളും. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്, കൊല്ലം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസുമാണ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ അധിക താപനിലയാണ് മുന്നറിയിപ്പ് നൽകിയ പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഇതിനിടെ UV ഇൻഡെക്സും ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. വയനാട് മുട്ടിക്കൊമ്പൻ വീണ്ടും കാടുകയറി, ദൌത്യം അവസാനിപ്പിച്ചു. വയനാട് മുട്ടിക്കൊമ്പൻ കാട്ടാനയെ പിടികൂടുവാനുള്ള ദൌത്യം 3ാം ദിനവും ഫലം കണ്ടില്ല. ജനവാസ മേഖലയിലേക്ക് അടുത്ത് വനത്തിൽ ലൊക്കേറ്റ് ചെയ്തുവെങ്കിലും മുട്ടിക്കൊമ്പൻ വീണ്ടും കാടുകയറി. 4 റേഞ്ചുകളിലായുള്ള 70-ലധികം RRT ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ദൌത്യത്തിനായി എത്തിയത്. 5 കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. വള്ളുവാടിയിലെ ജനവാസ മേഖലയിലാണ് കാട്ടാനയുള്ളത്. പുലർച്ചെ 3 മണിയോടെ ദൌത്യം ആരംഭിച്ച് ആനയെ മയക്കുവെടി വയ്ക്കുവാനായിരുന്നു പദ്ധതി. എന്നാൽ മുട്ടിക്കൊമ്പൻ അക്രമാസക്തനായതോടെ ദൌത്യം ഉപേക്ഷിക്കുകയായിരുന്നു. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തി ഇന്ത്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തി ഇന്ത്യ. സംഘർഷം നീണ്ടാൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയെ നേരിടാനൊരുങ്ങുന്ന ഇന്ത്യ പേർഷ്യൻ കടലിൽ കുടുങ്ങിയ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുന്നതിന് പോംവഴികൾ തേടുകയാണ്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. ഇസ്ലാമാബാദ് വേദിയാകുമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുവാൻ അമേരിക്ക ഇറാൻ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഭരണതലപ്പത്തേക്ക് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫിനെ എത്തിക്കുവാൻ അമേരിക്ക നീക്കം നടത്തുന്നതായും സൂചനയുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൊടുങ്ങല്ലൂർ ഭരണിക്കിടെ സിനിമ ചിത്രീകരിച്ചത് ദേവസ്വത്തിന്റെ അനുമതിയില്ലാതെ. കൊടുങ്ങല്ലൂർ ഭരണിക്കിടെ സിനിമാ ചിത്രീകരണം നടത്തിയത് വിവാദത്തിൽ. കോമരത്തിന്റെ വേഷം കെട്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും തിരിച്ച് പോലീസ് മർദ്ദിക്കുന്നതുമാണ് ക്ഷേത്ര പരിസരത്ത് വച്ച് ചിത്രീകരിച്ചത്. ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെയായിരുന്നു ചിത്രീകരണം എന്നാണ് വിവരം. സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിച്ചതോടുകൂടിയാണ് പ്രതിഷേധം ഉയർന്നിരുന്നത്. അനുമതിയില്ലാതെ ചിത്രീകരണം നടത്തിയ സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒമാനിൽ വെള്ളക്കെട്ടിൽ വീണ് 7 വയസ്സുകാരന് ദാരുണാന്ത്യം. ഒമാനിൽ വെള്ളക്കെട്ടിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. ഒമാനിലെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കയിലാണ് സംഭവം. അപകടത്തിൽപ്പെട്ട കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ശക്തമായ മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ദുരന്ത സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുവാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.